കേരളത്തിന്റെ വികസനത്തെ ആധാരമാക്കി മുംബൈ മലയാളികളുടെ രചനയിൽ പുറത്തിറങ്ങിയ ഒരു ഗാനമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയാണ് സംഗീതവും ആലാപനവും എന്നാണ് പ്രത്യേകത. ആവശ്യാനുസരണമുള്ള പ്രോംപ്റ്റ് നൽകി സൃഷ്ടിച്ച ഗാനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രസംഗങ്ങളും മുദ്രാവാക്യങ്ങളും മാത്രമല്ല പാട്ടുകളും ജനമനസ്സിൽ ഇടം പിടിക്കാറുണ്ട്. കേരളം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ മുംബൈ മലയാളിയുടെ രചനയിൽ പുറത്തിറങ്ങിയ ഒരു ഗാനമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. പിന്നെയും ചെമ്പുമരങ്ങൾ പൂക്കും, നാട്ടിലെ പാതയോരങ്ങൾ തോറും മിന്നിയും ചിന്നിയും താരകങ്ങൾ, കേരളത്തിന്റെ വികസന രംഗത്തുള്ളൊരു കുതിച്ച് ചാട്ടം എപ്പോഴും നമ്മുടെ മനസ്സിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അതൊരു പ്രവാസി എന്ന നിലയ്ക്ക് നമുക്കത് നന്നായി ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട്. ജനുവരിയിൽ ഒരു കോഴിക്കോട് മുതൽ തിരുവനന്തപുരം മുതലൊരു യാത്രകളിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പൊ ആ ഒരു ചിന്ത മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് ഒരു തമാശ രീതിയിൽ പറഞ്ഞത് ഇലക്ഷനൊക്കെ അല്ലേ എനിക്കൊരു പാട്ട് എഴുതിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് എഴുതാം. ഇടതുപക്ഷം വരും തുടരുമീ വികസനം, ഇടതൂർന്ന മാമരക്കാട് ചൊല്ലി, ഹൃദയപക്ഷം വരും വളരുമീ കേരളം, മലകളും പുഴകളും ചേർന്നു പാടി. PK മുരളീകൃഷ്ണൻ രചിച്ച ഈ ഗാനത്തിന്റെ മറ്റൊരു പ്രത്യേകത സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആവശ്യാനുസരണമുള്ള പ്രോംപ്റ്റ് നൽകി സൃഷ്ടിച്ചതാണ്. ഒരു നല്ല പാട്ട് സംഗീതത്തിലൂടെ ചെവിയിൽ പതിയാം, പക്ഷെ അതിന്റെ വരികളാണ് ഹൃദയത്തിൽ തുടരുന്നത്. പക്ഷെ എങ്ങനെ എഴുതണം എന്നുള്ളൊരു ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടായിരുന്നു. അതായത് ഒരു മുദ്രാവാക്യത്തിന്റെ ജോണറിൽ പോകാനും പാടില്ല. കാരണം എല്ലാവരും അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ സോങ് എന്നുള്ള മോട്ടിവേഷൻ സോങ് എഴുതുമ്പോൾ അതിന്റെ ആവശ്യം വരുന്നില്ല. ഈ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ എത്തിക്കുകയും അത് പതുക്കെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ആ രീതിയിലാണ് വർക്ക്ഔട്ട് ചെയ്യാൻ സാധ്യത ഉണ്ടായത്. അതിന്റെ ശ്രമഫലമാണ് ആ പാട്ട്. പാതകൾ നാടിന്റെ സിരകളായി, പണിയിടം പടയണി പോർനിലങ്ങൾ. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ ആശയങ്ങളും വികസന കാഴ്ചപ്പാടുകളും സാധാരണയായി പ്രസംഗങ്ങളിലൂടെയും മുദ്രാവാക്യങ്ങളിലൂടെയും എത്താറുണ്ട്. എന്നാൽ അതിനെ സംഗീതത്തിന്റെ ഭാഷയിൽ അവതരിപ്പിക്കുമ്പോൾ ജനമനസ്സിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ എത്താനുള്ള ശക്തി കൈവരുന്നു. ആശ്വാസമായി കാരുണ്യ കേന്ദ്രമായി ഇനിയുമുണ്ടേ നമുക്കു നേടാൻ, അതിനായി തുടരണം സൽഭരണ.